അമേരിക്ക യുദ്ധക്കപ്പൽ ദിവസങ്ങളോളം കഴിയുമ്പം കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ പറഞ്ഞതാണ്. അത് ശരിവെക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ ന്യൂസായിട്ട് വന്നിട്ടുള്ളത്. ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ ന്യൂസ് പേപ്പറാണ്. അതിനെടുത്തുദ്ധരിച്ചിട്ടുള്ളത് ഇറാൻ ഇംഗ്ലീഷാണ്. ആ വാക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എ സീവേജ് ക്രൈസിസ് ഓൺ US എയർക്രാഫ്റ്റ് കരിയർ ആൻഡ് ഇറ്റ്സ് സോയിലേഴ്സ് വാണ്ട് ടു റിസൈൻ. അവിടെയുള്ള പട്ടാളക്കാരായിട്ടുള്ള ആളുകൾ അവിടുത്തെ ആ ഒരു സെപ്റ്റിക്കായിട്ട് ബന്ധപ്പെട്ട വേസ്റ്റ് ക്ലിയറാക്കാൻ പറ്റാത്തൊരവസ്ഥ എത്തുകയും അതിൽ ജോലി ചെയ്യുന്ന ആ ആളുകൾ അഥവാ സോൾജേഴ്സ് പട്ടാളക്കാർ രാജിക്കൊരുങ്ങുകയും ചെയ്യുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ആ വാർത്തയുടെ പിന്നാമ്പുറം തേടി നമ്മൾ പോവുകയാണെങ്കിൽ കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അമേരിക്കൻ സൈന്യത്തിന് ഇപ്പോൾ ആ കപ്പലിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ നേരത്തെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. നേരത്തെയും ഉണ്ടായിരുന്നു, പക്ഷേ അതിതീക്ഷ്ണമായിട്ടുള്ള ഒരു സംഭവ വികാസത്തിലേക്ക് ഇപ്പോൾ എത്തിയത് ഇറാൻ്റെ അടുത്തായിട്ട് കിടക്കുന്ന അബ്രഹാം ലിങ്കൻ 5000-ൻ്റെയും 4000-ൻ്റെയും ഇടയിൽ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ പറ്റുന്നത് പറയുന്നത് പോലെ 6000-ഓളം ആളുകളെന്നും 9000-ഓളം ആളുകളെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും നമുക്കൊരു ആവറേജ് പിടിച്ചാൽ 5000 ആളുകളും അഥവാ പട്ടാളക്കാരും അതിൻ്റെ ബന്ധപ്പെട്ട സാമഗ്രികളും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരു വലിയൊരു പടുകൂറ്റൻ കോട്ടയാണ് ഈ അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്നതും അതേപോലെ ജെറാൾഡ് എന്നൊക്കെ പറയുന്ന വിമാനവാഹിനി കപ്പലുകൾ. ഈ വാർഷിപ്പുകളിൽ കഴിഞ്ഞുകൂടുന്ന ആ പട്ടാളക്കാർ വളരെയേറിയ ദുസ്സഹമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജീവിതം മടുത്തുവെന്നും ഇനി ഞങ്ങളെ ഒന്ന് രാജിവെപ്പിച്ച് തരണമെന്നും ആഗ്രഹിക്കുന്ന ഒട്ടനേകം പട്ടാളക്കാർ അവരുടെ ആഗ്രഹം മുന്നോട്ട് വെച്ച് അവരുടേതായിട്ടുള്ള മേലുദ്യോഗസ്ഥന്മാർക്ക് മെയിൽ അയക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നു എന്ന വാർത്തയാണ് ലോകത്ത് ഇൻ്റർനാഷണൽ ന്യൂസുകളൊക്കെ വലിയൊരു പ്രാധാന്യത്തോടുകൂടെ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അതിൽ കുടുങ്ങിക്കിടക്കുന്ന വേസ്റ്റേജുകൾ അല്ലെങ്കിൽ അവരുമായി സെപ്റ്റിക് ടാങ്കുമായിട്ട് ബന്ധപ്പെട്ട പൈപ്പ് ലൈനായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ 4 ലക്ഷം ഡോളറാണ് ഓരോ ദിവസവും ഓരോ ഘട്ടത്തിലും ചെലവഴിക്കേണ്ടത് എന്നാണ് പറയപ്പെടുന്നത്. അഥവാ ഇന്ത്യൻ മണിയുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 4 ലക്ഷം എന്ന് പറയുന്നത് നല്ലൊരു എമൗണ്ടാണ്. അഥവാ 36 ലക്ഷം 3,60,00,000 രൂപയാണ് ഒരു തവണ ബ്ലോക്കായി കഴിഞ്ഞാൽ കൊടുക്കേണ്ട തുക. അഥവാ അതൊന്ന് സെപ്റ്റിക് ടാങ്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പൈപ്പ് ലൈൻ ഒന്ന് ക്ലിയർ ആക്കണമെങ്കിൽ ആ ലെവലിൽ പൈസ ഇറക്കണമെന്നാണ്. അത് അങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റാത്ത വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു ഓപ്പറേഷൻ കൂടിയായിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്മെല്ലടിച്ചിട്ടും ബന്ധപ്പെട്ട മേഖലകളിൽ നിന്നുണ്ടാകുന്ന ദുസ്സഹമായിട്ടുള്ളൊരു സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ പട്ടാളക്കാരൊക്കെ മാനസികമായിട്ട് തളർന്നു വന്നു. അതിൽ നിന്ന് റിസൈൻ ചെയ്ത് തരണമെന്നും ആഗ്രഹിക്കുന്ന പട്ടാളക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. നമ്മുടെ വകയല്ല, ഇൻ്റർനാഷണൽ ന്യൂസ് പേപ്പേഴ്സാണ് ഈ വാർത്തയൊക്കെ പുറത്തുവിടുന്നത്. ഇവിടെയാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. ഇറാൻ അടിക്കാൻ വേണ്ടിയിട്ട് ദിവസങ്ങൾ പാർത്ത് കിടക്കുകയാണ്. പക്ഷേ ഓരോ ദിവസം അവിടുത്തെ ആവശ്യങ്ങളൊക്കെ ചെലവഴിച്ച് മുന്നോട്ട് പോകാൻ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കൊള്ള നടത്തി കിട്ടിയ മുതലുണ്ടാകും. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവിടെ നിൽക്കുന്ന ആ പട്ടാളക്കാരുടെ മാനസിക നിലവാരം വെച്ച് അളക്കുകയാണെങ്കിൽ അവർ മടുത്തിരിക്കുന്നു എന്നാണ്. കാരണം ഒരു മാസത്തിലേറെയായിട്ട് അവിടെ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നു. മാത്രമല്ല ഇത്രയും ലോഡഡ് ആയിട്ടുള്ള കപ്പലിൽ യുദ്ധത്തിൻ്റെ അങ്ങേ അറ്റം എത്തി എന്നും പറഞ്ഞിട്ടാണ് ഇവരെ പറഞ്ഞു വിട്ടത്. പക്ഷേ എന്നും എത്താതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ മാനസികമായി താളം തെറ്റുന്നു. അതോടൊപ്പം സെപ്റ്റിക് ടാങ്കിൻ്റെ ജാമിങ് വളരെ കൂടുതൽ അപകടത്തിലും അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രാഥമിക പരിപാടികൾ പോലും നടത്താൻ കഴിയാതെ അങ്ങേ അറ്റം വിഷമിച്ചിരിക്കുന്നു എന്നാണ് ഈ കപ്പലുകളിൽ നിന്ന് വരുന്ന വാർത്തയായിട്ട് ഇൻ്റർനാഷണൽ ന്യൂസ് പേപ്പേഴ്സൊക്കെ പുറത്തുവിടുന്നത്. ഇതൊരു പരീക്ഷണ ഘട്ടമാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോക പോലീസാണെങ്കിൽ പോലും ആ കണ്ട കാഴ്ചയിൽ നിന്ന് അപ്പുറം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സൗകര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ആ പോലീസ് എന്നൊക്കെ പറയുന്നത് അവിടെ നിൽക്കട്ടെ, ഇത്തരം സൗകര്യങ്ങൾ ഒരു മാസത്തിൽ കൂടുതൽ അവിടെ നിൽക്കുമ്പോഴേക്ക് കുടുങ്ങുന്നുണ്ടെങ്കിൽ ഇവർ കണ്ടെത്തി വിമാനവാഹിനി കപ്പലുടെ വലിയ ലെവലിൽ മറ്റുള്ള രാജ്യങ്ങളൊക്കെ പേടിപ്പിക്കാൻ കൊണ്ടുപോയി നിർത്തി നങ്കൂരം വിടുന്ന ഒരു കപ്പലാണിത്. പക്ഷെ അവിടെയാണ് ഇവർ പരാജയപ്പെട്ടു പോകുന്നത്. നാവിക സൈന്യം എന്ന് പറയുന്ന ഈ വിഭാഗത്തിന് അത്രമേൽ വലിയ പ്രതിസന്ധി ഈ പൈപ്പ് ലൈൻ ജാമിങ്ങിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. അത് തുടരെ ഓരോ ആഴ്ചയിലും ക്ലീനിങ് ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെ പറയുമ്പം ഒരു ഭാഗത്ത് സാമ്പത്തിക നഷ്ടം, മറ്റൊരു ഭാഗത്ത് ഈ സൈന്യത്തെ അതേപോലെ ഫ്രഷായിട്ട് നിർത്താനുള്ള ബുദ്ധിമുട്ടുകൾ അമേരിക്ക വല്ലാതെ ആ ഒരു ലെവലിൽ വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
പറ്റും. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൻ്റെ മുകളിൽ എടുത്തു കയറി എല്ലാം ഞങ്ങളിത് ഊരിയെടുക്കുകയാണ്, പിടിച്ചുകൊണ്ടുപോവാണ് എന്ന് പറയുമ്പോൾ അവിടെയും ഒരു പടച്ച റബ്ബിൻ്റെ ശിക്ഷ ഇറങ്ങാതിരിക്കില്ല എന്ന ഒരു വിശ്വാസം എല്ലാവർക്കും വേണം. അതാണ് ഈ ഇടങ്ങാറിലായിക്കൊണ്ടിരിക്കുന്നത്. ജെറാൾഡ് എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പൽ ഇപ്പോൾ അടുത്തായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതേ റഷ്യയുടെ ഇറാൻ്റെ ഏറ്റവും വലിയ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ അവിടെയും ഈ പ്രശ്നം രൂക്ഷമാകാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്താണെങ്കിലും അബ്രഹാം ലിങ്കൻ്റെ കാര്യത്തിൽ ഈ ഒരു പ്രശ്നം ഓൾറെഡി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നത് മാത്രമല്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവിടെയുള്ള പട്ടാളക്കാർക്ക് ജോലി രാജിവെച്ച് പോകാൻ ടെൻഡൻസി അല്ലെങ്കിൽ ആഗ്രഹം കൂടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ജോലി രാജിവെച്ച് പോകാൻ യാതൊരു വിധയും സമ്മതിക്കില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നത്. പക്ഷേ ഇതൊക്കെ ലീക്കാവുമ്പം ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സംവിധാനത്തിന് ഏൽക്കുന്ന ഒരു തിരിച്ചടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ജെറാൾഡ് പോലത്തെ അല്ലെങ്കിൽ അബ്രഹാം ലിങ്കൻ പോലത്തെ കപ്പൽ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാൻ ലോകത്തിന് ഇത് മാത്രം മതിയാകും തെളിവായിട്ട്. അവിടെയാണ് ഇത്രയും ദിവസങ്ങൾ മറച്ചു വെച്ച ഈ ന്യൂനതകളും പോരായ്മകളൊക്കെ ഇപ്പം മറനീക്കി പുറത്തു വരുന്നത്. എന്താണെങ്കിലും ഈ യുദ്ധം ചെയ്യേണ്ട നാവികസൈന്യത്തിന് മാനസികമായിട്ട് ഒരു അസ്വസ്ഥത നേരിട്ട് കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ വിജയിക്കില്ല എന്നുള്ളത് ആ മേഖലകളിൽ നിന്ന് തന്നെ ഇപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അവിടെ ഫ്രഷായിട്ട് വളരെ ഉന്മേഷത്തോടു കൂടെ നിർത്തേണ്ട ആ ടീമിനാണ് ഇപ്പം ഞങ്ങളെ ഒന്ന് രാജിവെപ്പിച്ച് പ്രാഥമിക ആവശ്യം പോലും നടത്താൻ പറ്റാത്ത സ്ഥിതിയിലുള്ളത്. ഞങ്ങളൊന്ന് കുറച്ച് ദിവസത്തേക്കെങ്കിലും ഞങ്ങൾ ഈ കപ്പലിൽ നിന്ന് മാറ്റിത്തരണമെന്ന് ആഗ്രഹിച്ച് പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം വല്ലാത്തൊരു ഗതികെട്ടൊരു ഒരു അവസ്ഥയിലൂടെയാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് വെറുതെ ഒന്നല്ല ഈ യുദ്ധം ചെയ്യണ്ട എന്നുള്ള ലെവലിലേക്ക് ഇങ്ങനെ വരുന്നത്. കാരണം സപ്പോർട്ടീവായിട്ട് നിൽക്കേണ്ട നാവികസേന പോലും അവരുടെ ഇൻറ്റേർണലായിട്ടുള്ള പ്രശ്നങ്ങൾ അതിരൂക്ഷമായി വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു അർത്ഥത്തിൽ ആ യുദ്ധം നീണ്ടു പോകാൻ പല കാരണങ്ങളിൽ നിന്നും ഒരു കാരണമായിട്ട് നമുക്കതിനെ എടുത്തു പറയാൻ പറ്റും. ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ദിവസങ്ങളായി അനുഭവിക്കുന്നതായിരിക്കും. ഈ ദിവസങ്ങളായി അനുഭവിക്കുന്ന ഈ വാർത്ത ഞാനത് സ്ക്രീൻഷോട്ട് കൊടുക്കുമ്പോൾ കുറേയും കൂടി ടൈം എടുക്കും എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ കാണിച്ചു തരുന്നത്. ഈ വാർത്ത പുറത്തേക്ക് വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരുപാട് വിഷയങ്ങളായിട്ട് അവർ പറയുന്നുണ്ട്. നല്ല രീതിക്കുള്ള ഒരാൾ പോലും പറഞ്ഞിട്ടില്ല. അവിടെയാണ് കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഇത്രയും കൊട്ടിഘോഷിക്കപ്പെടുന്ന കപ്പലുകൾക്ക് പോലും ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ അവർ വലിയ രൂപത്തിൽ ചില്ലുകൊട്ടാരം പോലെ ഊതി വീർപ്പിച്ച് വെച്ച കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ ബലൂൺ പോലെ ഊതി വീർപ്പിച്ച് വെച്ച ഒരുപാട് കാര്യങ്ങൾ ഇതുപോലൊക്കെ തന്നെയായിരിക്കും എന്ന് പറയേണ്ടടുത്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഉള്ളത്. എന്താണെങ്കിലും ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നീണ്ടിങ്ങനെ പോകുന്നത്. അല്ലാതെ ഒരിക്കലും അമേരിക്ക തകർക്കാൻ വിചാരിച്ചാൽ തകർക്കാതിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഇപ്പം മാളത്തിലൊടിച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും ഇത്തരം സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളത് ഇൻ്റർനാഷണൽ ന്യൂസ് പേപ്പർ പറയുമ്പം അവിടെ തന്നെ കാര്യങ്ങൾ കുറച്ച് അവതാളത്തിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണെങ്കിലും എല്ലാവർക്കും റിസൈൻ ചെയ്യാനുള്ള വലിയ മനസ്സുണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. വിഷ് യു ആൾ ദി ബെസ്റ്റ്. ഗുഡ് ബൈ.